ഒരു തവണയെങ്കിലും വിക്കി ഒന്ന് കാണാൻ പറ്റുമോ വേദാന്ത്? അകത്ത് പോയി കണ്ടോളൂ. വിക്കി അമ്മേ അമ്മേ അമ്മ അച്ഛനൊന്നും ഇവിടെ ഇല്ല. അവര് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയോ? നിന്നെ ഒറ്റയ്ക്കാക്കിട്ടോ? ഞാൻ ഒറ്റയ്ക്കല്ല, അഞ്ചു ഇവിടെ ഉണ്ട്. അല്ല, നീ ഒറ്റയ്ക്കാണെങ്കിലും പേടിക്കാനൊന്നുമില്ല. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഒരു പിശാചിനെ കാണുമ്പോ മറ്റുള്ളവർക്ക് പേടിയാവില്ലേ? വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഞാൻ ഇവളെ ഇത്രയും കളിയാക്കിയിട്ടും ഇവളെന്താ നോർമലായിട്ട് സംസാരിക്കുന്നേ? ഇവൾക്ക് എന്താ പറ്റിയേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. വേഗം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഇനി സംസാരിക്കാനുണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, മറ്റൊരു കാര്യമോ. നീയുമായിട്ട് ബന്ധമുള്ള കാര്യമോ. ഞാനുമായിട്ട് ബന്ധമുള്ളതോ? പോയി കുളിച്ച് ഫ്രഷ് ആയി വരാൻ പറഞ്ഞില്ലേ? വെറുതെ ലേറ്റ് ആവണ്ട. നിനക്ക് ഭക്ഷണം തന്നിട്ട് വേണം എനിക്ക് കിടക്കാൻ. ശരി, സമാധാനിക്ക്, ഞാനിപ്പോ വരാം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞാ ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുമെന്ന് ഉറപ്പാ. അവിടുത്തെ അവസ്ഥ ഇപ്പൊ എന്താണോ എന്തോ. അല്ലെങ്കിൽ തന്നെ ഇവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല അവന്. ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞാ ഇന്ന് പിന്നെ ആഹാരം കഴിക്കില്ല. എന്തായാലും കഴിച്ചിട്ട് പറയാം. അർജന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണോ? ഇനി പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വരാൻ താമസിക്കില്ലേ? പ്ലേറ്റ് ഒന്നും എടുത്തോണ്ട് വരാൻ 2 ദിവസം വേണ്ടല്ലോ. ഇവിടെ ഇരിക്കും, ഞാൻ കൊണ്ടുവരാം. ഞാൻ കറി എടുത്തോണ്ട് വരാം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ആദ്യം ഫുഡ് കഴിക്കാൻ, ഞാൻ പറയാം. ഇവളെന്തിനായിരിക്കും ഇത്രയും ബിൽഡപ്പ് കാണിക്കുന്നത്? നോർമലായിട്ടല്ല, മനസ്സിലെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് ഉറപ്പാ. വേദാന്ത് ഇങ്ങോട്ട് വിളിച്ച കാര്യം പറയേണ്ട സമയം കഴിഞ്ഞു. ഇത്ര നേരമായിട്ട് എന്താ വിളിക്കാത്തത്? വിളിച്ചു പറയാൻ പ്രത്യേകിച്ചൊന്നും കാണില്ല. എന്റെ അഭിപ്രായത്തിൽ വിക്കി അതുകൊണ്ടായിരിക്കും വേദാന്ത് ശ്മശാനത്തിലേക്ക് പോകാൻ വീട്ടുകാരെ വിളിക്കണ്ടെന്ന് കരുതിയത്. നീ 2.0 അല്ല 10.0 ആയാലും ബുദ്ധി 0യാ. ഇതുപോലൊരു മന്ദബുദ്ധി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ സിസ്റ്റർ. പെട്ടെന്ന് ഇതിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ വിക്കി എന്താ സിദ്ധാർത്ഥ്, ഇതുവരെ ഉറങ്ങിയില്ലേ? അമ്മ, എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട്. പറയ്, എന്താ കാര്യം? ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അമ്മ ടെൻഷൻ ആവരുത്. അമ്മയ്ക്ക് വിഷമമുണ്ടാവുന്ന കാര്യമാണ്. എന്താ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യോ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ സിദ്ധാർത്ഥ്. അത് ആദ്യം ഓക്കെ ആണല്ലോ അല്ലേ? ഏയ്, ആദ്യക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല അമ്മേ. അവസാനം വരേണ്ട ബ്രേക്കിംഗ് ന്യൂസ് വന്നു. ഇത്രയും നേരം നീ അവളുടെ അടുത്തായിരുന്നില്ലേ? എന്നിട്ട് പെട്ടെന്ന് വന്ന് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് സിദ്ധാർത്ഥ്? വിഷയം അതല്ല അമ്മേ. വിക്കി വിക്കി വിക്കിക്ക് എന്താ? അവൻ ആരതിയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോയതല്ലേ? അതെ അമ്മ, പക്ഷെ വിക്കിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. വേദാന്ത് ഇപ്പൊ വിളിച്ച് കാര്യം പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞാൽ അമ്മ പാനിക്കാവെന്ന് വിചാരിച്ചാ എന്നെ വിളിച്ച് പറഞ്ഞത്. വിക്കിക്ക് ആക്സിഡന്റ് ആയിരുന്നു. എന്തൊക്കെ നീ പറയുന്നേ?
ശരി, കാര്യം എന്താണെന്ന് പറ. അത് പിന്നെ എന്താണെങ്കിലും നേരിട്ട് പറഞ്ഞു. വിക്കി ചേട്ടൻ എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന്. ചേട്ടനെ ഇപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നിനക്കെന്താ ബോധമില്ലേ? ഈ നേരത്താണോ ആഹാരം തന്ന് സ്വീകരിച്ചിരുത്തുന്നത്? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? വന്ന ഉടനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. അത് കേട്ട് കഴിഞ്ഞാ പിന്നെ ഭക്ഷണം കഴിക്കാതെ ഓടി പോകുന്നു വിചാരിച്ച. ഐ ആം സോറി. നിന്റെ സോറി നിന്റെ കയ്യിൽ വെച്ചോ. റൂഡായിട്ട് സംസാരിച്ചതിന് സോറി. നീ ആഹാരം കഴിച്ചോ? അഞ്ചു ഉറങ്ങിയായിരുന്നോ? ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. നീ അങ്ങോട്ട് പോന്നില്ലേ? ഇല്ല. അതെന്താ പോവാത്തെ? വേദാന്ത ചേട്ടൻ അവിടെ ഉള്ളതുകൊണ്ടാണോ? അല്ല, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാ. കാര്യം അറിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും അവിടെ എത്തിക്കാണും. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ചേട്ടൻ അവിടെ കാണും. അവനേക്കാളും നന്നായിട്ട് ഈ സിറ്റുവേഷൻ മറ്റാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇനി ഞാനും അവിടെ ചെന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ പലരുടെയും കണ്ണ് ഈ വീട്ടിലാ. ഈ സമയത്ത് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. അവനിപ്പോ എവിടെയാ? അവനിപ്പോ എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ്? ശരിക്കും എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആദ്യോട് കാര്യം പറഞ്ഞിട്ടില്ല. അവള് ഷോക്ക് ആവണ്ടെന്ന് കരുതി വേദാന്തൊന്നും അവളോട് പറയണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാ സിദ്ധാർത്ഥ്. ആദ്യം വെക്കിക്ക് എങ്ങനെയുണ്ടെന്ന് പറയ എന്നോട്. എനിക്ക് കയ്യും കാലും ഒക്കെ വിറയ്ക്ക്. വെക്കിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആദ്യം നീ അതല്ലേ കൺഫേം ചെയ്യേണ്ടത് സിദ്ധാർത്ഥ്. വേദാന്ത് പറഞ്ഞത് അങ്ങനെ പേടിക്കാനായിട്ട് പ്രശ്നമൊന്നുമില്ലെന്നാ. പിന്നെ ആദ്യം ഉള്ളതുകൊണ്ട് ചോദിക്കാനും പറ്റിയില്ല. എന്താ മോനെ ഇത്? ഇത്രയും വലിയൊരു കാര്യം ഇത്ര നിസ്സാരമായിട്ടാണോ പറയുന്നത്? അവന് വേറൊന്നും പറ്റിയില്ലല്ലോ. വേദാന്ത് എന്തെങ്കിലും വിശദമായിട്ട് പറഞ്ഞോ? ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നേ? ഏതോ ഹോസ്പിറ്റലാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അമ്മ. വേദാന്ത് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ? അയ്യോ, ഇനി എന്താ നോക്കി നിൽക്കുന്നേ? നടക്ക്. എന്റെ മരുമോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയണ്ടേ? ഈശ്വര, എന്താ ഇതൊക്കെ? എന്റെ മരുമോൻ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണ്ടായിരുന്നു. സിദ്ധാർത്ഥ്, ആദ്യം ഇപ്പൊ ഈ വിഷയങ്ങളൊന്നും അറിയണ്ട. നമുക്ക് വേഗം അവിടേക്ക് പോകാം. നമുക്ക് വന്നു കഴിഞ്ഞിട്ട് അവളോട് കാര്യം പറയാം. ശരി അമ്മേ, ഞാൻ കാർ എടുത്തിട്ട് വരാം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. നീ ഇവിടെ ആണെങ്കിലും നിന്റെ മനസ്സ് അവിടെയാണല്ലോ. അതിഥി, ഞാനും അവനും ഒരുമിച്ചാ വളർന്നത്. അവന് പനി വന്നാൽ പോലും ഞങ്ങളോട് പറയും അമ്മയോട് പറയണ്ടെന്ന്. മെഡിസിൻ വാങ്ങി തന്നാ മതിയെന്ന്. ഇഞ്ചക്ഷനൊക്കെ അവന് നല്ല പേടിയാ. ഞങ്ങളുടെ വീട്ടില് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ആള് അവൻ മാത്രമാ. ഇപ്പോ ആക്സിഡന്റ് ആയി എന്ന് പറയുമ്പോ എന്തായിരിക്കും അവന്റെ അവസ്ഥ? നിന്റെ മനസ്സിലെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവും ധ്രുവ. നിന്നെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോയെന്ന് കണ്ടിട്ട് വാ. എന്നാലും നിനക്ക് സമാധാനം ഉണ്ടാവും. അമ്മയോ അങ്കിളോ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ ഞാൻ തീർച്ചയായും പോകും. ഞങ്ങളെ നോക്കി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ധ്രുവ. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അതങ്ങനെയല്ല. അതെങ്ങനെയായാലും ഞാൻ നോക്കിക്കോളാം. നീ എത്രത്തോളം ടെൻഷനിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് വെച്ച് ചേട്ടൻ ഒരുപാട് ഫ്രാക്ചർ ഉണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒന്ന് അവിടേക്ക് ഫോൺ ചെയ്ത് ചേട്ടൻ എങ്ങനെയുണ്ടെന്നെങ്കിലും ചോദിക്കാം. അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനമാവട്ടെ. ഹലോ,
ഹലോ, കേൾക്കുന്നുണ്ടോ? വിക്കിക്ക് എങ്ങനെയുണ്ട് ചേട്ടാ? അവന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ കേട്ടപ്പോ പേടിച്ചു പോയി. വിക്കി സേഫ് ആണല്ലോ അല്ലേ? പേടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. ഹി വിൽ ബി ഫൈൻ. ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. ഞാൻ വേഗം അങ്ങോട്ടേക്ക് വരാം. എനിക്ക് വിക്കി ഒന്ന് കാണാമല്ലോ. ടെൻഷനായി ഇപ്പോൾ ഓടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. വി വിൽ മാനേജ് ഇറ്റ്. അതിലെനിക്കൊരു ഡൗട്ടും ഇല്ല ചേട്ടാ. വിക്കിയും എനിക്ക് ചേട്ടൻ തന്നെയല്ലേ? അവൻ ആശുപത്രിയിലായിരിക്കുമ്പോ എനിക്കിങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്തോണ്ട്. പ്ലീസ് വേണ്ടാന്ന് പറയരുത്. ഞാനൊന്ന് വന്നോട്ടെ. പ്ലീസ് ചേട്ടാ. ശരി, നിന്റെ ഇഷ്ടം. ബട്ട് ബി കെയർഫുൾ. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാൻ പോയ അപ്പൊ തന്നെ വാതിൽ ലോക്ക് ചെയ്യണം. എന്തൊക്കെ വന്നാലും ഡോർ തുറക്കരുത്, മനസ്സിലായോ? അതൊക്കെ മനസ്സിലായി. നിങ്ങൾ സൂക്ഷിച്ചു പോണം. അവിടെ എത്താൻ ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്താൽ മതി. ടേക്ക് കെയർ. ഇവളെല്ലാം കേട്ടതാ തോന്നുന്നേ. ഇനി ഇവളെ കൺവിൻസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴേക്ക് സമയമെടുക്കും. അതിനു മുമ്പ് വിക്കി എങ്ങാനും വാ തുറന്ന അതെന്റെ ചേട്ടനാ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാനെന്താ അത്രയ്ക്ക് വീക്കാണെന്നാണ് നിങ്ങൾ കരുതിയേ? ഞാനും വരുന്നുണ്ട്. അതുകൊണ്ടല്ല ആദ്യ, ഈ അവസ്ഥയിൽ നീ ഹോസ്പിറ്റലിൽ വന്നാൽ ശരിയാവില്ല. അതൊന്നും എനിക്ക് അറിയേണ്ട സിദ്ധാർത്ഥ്. എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് കരുതി ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നതിന് പകരം ഞാനും കൂടെ വരാം. ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരും. ശരി, പോ. ഞാൻ എന്ത് തെറ്റാമ്മേ ചെയ്തത്? എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആരതി, കാര്യം അറിഞ്ഞപ്പോ മുതല് ഞാനും ഇത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എന്തിനായിരിക്കും ദൈവം നിന്നെ ഇത്രയധികം ഇങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുന്നത്? നീ ഇതുവരെ ആർക്കും ഒരു ഉപദ്രവം പോലും ചെയ്തിട്ടില്ല. പൂജയും അർച്ചനയും വ്രതവും അല്ലാതെ നീ മറ്റൊരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ പരീക്ഷണങ്ങളൊക്കെ നിനക്കെന്തിനാ ദൈവം ഇങ്ങനെ തരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. എന്റെ ജീവിതം തന്നെ ചിലപ്പോ വലിയൊരു തെറ്റായിരിക്കും അമ്മേ. ഇന്ന് വരെ എല്ലാവരെയും അനുസരിച്ചു, എല്ലാവർക്കും നല്ലത് വരുത്തണമെന്ന് മാത്രം പ്രാർത്ഥിച്ചല്ലേ ഞാൻ ജീവിച്ചത്. എന്റെ ദൈവമേ, എന്റെ മോളെ ഇങ്ങനെ പരീക്ഷിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. അമ്മേ, ഒന്ന് വന്നേ. എങ്ങോട്ടാ? വാ അമ്മേ, വന്നേ. അമ്മു, അമ്മു, എന്താ മോളെ കാര്യം? എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? പിന്നല്ലാതെ ചേച്ചി കരയുമ്പോ അമ്മ സമാധാനിപ്പിക്കണ്ടേ? എനിക്ക് അവളുടെ മോഹം കാണുമ്പോ ഒന്നും പറ്റുന്നില്ല മോളെ. എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മേ, എനിക്ക് മനസ്സിലാവും. എനിക്ക് നല്ല വിഷമമുണ്ട്, ടെൻഷനും ആവുന്നുണ്ട്, നല്ല പേടിയുണ്ട് എനിക്ക്. പക്ഷെ അതെല്ലാം ചേച്ചിയുടെ മുന്നിൽ കാണിക്കാൻ പറ്റുമോ? അത് ശരിയല്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അല്ലെങ്കിൽ തന്നെ ചേച്ചി നല്ല പേടിച്ചിരിക്കും. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ ഒരുപാട് ട്രൈ ചെയ്തതാ. പക്ഷെ ഞാൻ പറയുന്ന ഒന്നും അവള് കേൾക്കുന്നില്ല.
അങ്ങനെയുള്ളപ്പോ അമ്മ ചേച്ചി പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുത്താൽ എങ്ങനെ ശരിയാവും? പാവം എന്റെ മോള്. അതൊക്കെ ശരിയമ്മേ, പക്ഷെ ഈ അവസ്ഥയിൽ നമ്മൾ അവളുടെ ഒപ്പം കരയാൻ പാടില്ല. പറ്റുന്ന അത്ര നമ്മൾ അവളെ പോസിറ്റീവാക്കി മാറ്റണം. അവളെ ധൈര്യമായിട്ട് ഇരിക്കാൻ പഠിപ്പിക്കണം. ഡോക്ടേഴ്സിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. എങ്കിലും ഞാൻ അവൾക്ക് ധൈര്യം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ ഇപ്പൊ അത് തന്നെ ചെയ്യേണ്ടത്. ഒന്നും സംഭവിക്കില്ല. വിക്കി ചേട്ടൻ എന്തായാലും പഴയതുപോലെ നല്ല ഉഷാറായിട്ട് തിരിച്ചു വരും. അത് പറഞ്ഞ് അവളെ പോസിറ്റീവ് ആക്കണം. എന്നെ കൊണ്ട് അവളുടെ മുഖത്ത് നോക്കിയൊന്നും പറയാൻ പറ്റുന്നില്ല അമ്മു. അവളെ കാണുമ്പോ എനിക്ക് അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ഓർക്കുമ്പോ എനിക്ക് കരച്ചിൽ വരും. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. അവളുടെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല. അത് വേണ്ടമ്മേ. ഇനി അങ്ങനെ ചെയ്താ അമ്മ എന്തിനാ മാറി നിൽക്കുന്നതെന്ന് ഓർത്ത് അവളെ ടെൻഷൻ അടിക്കും. അമ്മ ഇവിടെ നിൽക്കുന്നതിന് പകരം വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിൽ അതിഥി അഞ്ചു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവരും ഇപ്പൊ ടെൻഷനിലായിരിക്കും. ഇവിടെ വേറെ ഒന്നും പേടിക്കാനില്ലമ്മേ. അവളെ ഞാൻ നോക്കിക്കോളാം. ശരി മോളെ, അത് തന്നെയാ നല്ലത്. ഈ നാശങ്ങളൊക്കെ നേരത്തെ തന്നെ ഹാജർ വെച്ചല്ലോ. സുഹാസിനി, നിങ്ങൾ വിഷമിക്കണ്ട. വിക്കിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. വേഗം അവന് പഴയതുപോലെ ആവും. ഡോക്ടർ പറഞ്ഞതാ. ഈശ്വരന്റെ അനുഗ്രഹത്തിൽ എല്ലാം പഴയതുപോലെ ആവും. നോക്ക്, എനിക്കിപ്പോ നിങ്ങളോട് കഥ പറയാൻ നിൽക്കാനൊന്നും സമയമില്ല. നമുക്ക് പോകാം. ആ ചെറിയമ്മ, ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. വിക്കിയുടെ കാര്യം അറിഞ്ഞിട്ട് അമ്മ കുറച്ച് ടെൻഷനില്ല. അതൊന്നും സാരമില്ല മോനെ. മക്കൾക്ക് ആക്സിഡന്റ് ഉണ്ടായ ഒരമ്മയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങളപ്പോ പോവാണോ? അവിടെ എല്ലാം ഓക്കെ അല്ലേ? വീട്ടില് അതിഥി അഞ്ചു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അവര് രണ്ടുപേരും അവിടെ നല്ല ടെൻഷനിലായിരിക്കുന്നത്. സിദ്ധാർത്ഥ്, വേദാന്ത ധൈര്യമുള്ള കൂട്ടത്തില. വേദാന്ത് പറയുന്ന വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആരതിയുടെ അവസ്ഥ വലിയ കഷ്ടം. ഞങ്ങളെ കൊണ്ട് അവളെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. നീ വേണം അവൾക്ക് ധൈര്യം കൊടുക്കാൻ. ചെറിയച്ച, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ എല്ലാം നോക്കിക്കോളാം. ചെറിയമ്മ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആരും പേടിക്കണ്ട. വിക്കി ചേട്ടൻ എന്തായാലും വേറൊരു പ്രശ്നമൊന്നും ഇല്ലെന്ന് അറിഞ്ഞല്ലോ. അത് കേട്ടപ്പോ തന്നെ ഒന്ന് സമാധാനായത്. ചെറിയച്ച, നിങ്ങൾ ഇറങ്ങിക്കോ. ഓൾറെഡി ലേറ്റ് ആയല്ലോ. ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട മോനെ, വേഗത്തേക്ക് പോയിക്കോ. ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ശരി ചെറിയച്ച. അതെ സിസ്റ്റർ, എന്താ ഇത്ര സീരിയസ്? ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഓവർ ആക്ടിങ് ഒന്നും വേണ്ട. അത് ഞാനല്ല ചെയ്യുന്നേ. ഓവർ ആക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ അപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ പാർട്ടി ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. ചേച്ചിയുടെ മകൻ ജീവിതത്തിനും മരണത്തിനും ഇവിടെ കിടക്കുകയാണ്. ആ ഫീലാണ് ഇവിടെ വേണ്ടത്. ചേച്ചിയുടെ കരച്ചിൽ കണ്ടിട്ട് അത് കാണുന്നവർക്കൊക്കെ കരച്ചിൽ വരണം. താങ്ക്സ് അമ്മേ. എന്താ ആദ്യം ഇത്? ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തല്ലേ ഇവിടെ നിന്നത്. ഇങ്ങനൊരു അവസരത്തിൽ അവരോട് സംസാരിച്ച് നിൽക്കേണ്ട കാര്യം എന്താ? അവിടെ വിക്കിയുടെ അവസ്ഥ എന്താണോ എന്തോ. ഒന്ന് വേഗം വാ. വിക്കി, വിക്കി, വേദാന്ത്, വേദാന്ത്, വിക്കിക്ക് എന്താ പറ്റി? പ്ലീസ് വിക്കി, ഒരു തവണയെങ്കിലും ഒന്ന് കാണാൻ പറ്റും. പ്ലീസ് പ്ലീസ് കണ്ടോട്ടെ മോനെ.
വിക്കി ചേട്ടാ, എന്താ മോനെ വിക്കി ഇത്? വിക്കി ചേട്ടാ, വിക്കി ചേട്ടാ. വേദാന്ത്, വേദാന്ത് വിക്കി, വേദാന്ത്. നമ്മുടെ വിക്കിയുടെ അവസ്ഥ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് കരയാതിരിക്കുക. അയ്യോ എന്റെ വിക്കി. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. ഇവരെന്താ ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നത്? കാണുമ്പോ എന്തോ ഒരു അബ്നോർമൽ ആയിട്ട് തോന്നുന്നു.